റിപ്പോർട്ട് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ LDFിനെന്ന സൂചന. LDF മാറി UDF വന്നേ മതിയാകൂ എന്ന അഭിപ്രായം SDPIക്ക് ഇല്ലെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും ലത്തീഫ്. ആർക്കാണ് പിന്തുണ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും പ്രതികരണം. ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. LDFും UDFും നമുക്ക് സമമാണ്. LDFിനെ പിന്തുണയ്ക്കുന്നതിൽ നമുക്ക് തടസ്സമൊന്നുമില്ല, UDFിനെ പിന്തുണയ്ക്കുന്നതിനും തടസ്സമില്ല. നിലവിൽ നമ്മൾ അതിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് അഭിപ്രായവുമില്ല. പിന്നെ LDF മാറി ഇവിടെ UDF വന്നേ മതിയാവും എന്ന അഭിപ്രായവുമില്ല. പിന്നെ UDF വന്നാലും LDF വന്നാലും അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ അവർ ജനങ്ങളോടുള്ള അവരുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റണമെന്നത് മാത്രമാണ് SDPIക്കുള്ള താല്പര്യം. അതനുസരിച്ച് നമ്മൾ നിലപാടെടുക്കും. മുബഷീർ പി അക്ബറിന്റെ വിശദാംശങ്ങൾ നൽകാൻ. മുബഷീർ, ഒരു പരസ്യ പ്രഖ്യാപനം അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനകൾ പോകുന്നത് LDFിന് എന്ന് തന്നെയാണ്. ഒരു ഭരണമാറ്റം വേണമെന്നൊരു നിർബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വേങ്ങരയും മങ്കടയും അടക്കമുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചത് എന്തിനെന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണിത്. തീർച്ചയായും ശ്രുതി, കൃത്യമായിട്ടുള്ള സൂചന SDPI നൽകിക്കഴിഞ്ഞു. നമുക്കറിയാം, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും UDFിന് പിന്തുണ ലഭിച്ചിരുന്നു SDPIയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും SDPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാസർകോട്ടെ, മഞ്ചേശ്വരം, മലപ്പുറത്തെ മങ്കടയിൽ ഉൾപ്പെടെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ് വ്യാപകമായിട്ട് SDPI CPI ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പിന്തുണ LDFിന് തന്നെ നൽകുമെന്നുള്ളൊരു സൂചന SDPI തന്നെ സ്ഥിരീകരിക്കുന്നു. SDPI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള CPA ലത്തീഫിന്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രതികരണം നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് ഭരണം മാറേണ്ട സാഹചര്യമില്ല, LDF ഭരണം മാറി UDF വന്നേ മതിയാകൂ എന്നൊരു തീരുമാനമൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായമൊന്നും തന്നെ SDPIയെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് CPA ലത്തീഫ് പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. പൊതുവായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് SDPI എത്തിച്ചേരും. ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്തുണക്കുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും SDPI എത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. SDPIയെ സംബന്ധിച്ച് LDFും UDFും സമമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ആ വാക്കുകൾ LDFിന് അനുകൂലമായിട്ടുള്ള വാക്കുകളായിട്ട് മാറുന്നുണ്ട്. ആ പിന്തുണ LDFിന് തന്നെ ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. വിശേഷം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേരത്തെ UDFിനായിരുന്നു SDPI പിന്തുണച്ചിരുന്നത്. നമുക്ക് തന്നെ ലഭിച്ച ഒരു പ്രതികരണത്തിൽ CPA ലത്തീഫ് അത് സ്ഥിരീകരിച്ചിരുന്നു. AK അഷ്റഫ് നേരത്തെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ പിന്തുണ ആവശ്യപ്പെട്ടത് പ്രകാരം അവിടെ പിന്തുണ കൊടുത്തിരുന്നു. പക്ഷേ 2026 എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അവിടെ SDPIയുടെ പ്രാദേശിക നേതൃത്വത്തിനുൾപ്പെടെ AK അഷ്റഫിനോട് വലിയ രീതിയിലുള്ള വിയോജിപ്പുണ്ട്. സമാനമായ രീതിയിലുള്ള വിയോജിപ്പുകൾ UDF സ്ഥാനാർത്ഥികൾക്കെതിരെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ SDPI പ്രാദേശിക നേതൃത്വങ്ങൾക്കുണ്ട്. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് SDPI ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് ഉന്നയിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് SDPI അത് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞ് നമുക്ക് മുൻപിലുണ്ട്. പല മണ്ഡലങ്ങളിലും SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നത് LDFിനെ പിന്തുണക്കുന്നതിന് വേണ്ടിയാണ്. മലപ്പുറം ജില്ലയിലെ മങ്കട അവർ എടുത്തു കാണിക്കുന്നുണ്ട്. മങ്കടയിൽ ലീഗ് വിമതനായിട്ടുള്ള കുന്നത്ത് മുഹമ്മദിനെയാണ് LDF പിന്തുണക്കുന്നത്. LDF പിന്തുണക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ CPM ഉയർത്തിക്കാണിക്കുന്നത്. അവിടെ നേരത്തെ CPM പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ നോമിനേഷൻ പിൻവലിച്ചുകൊണ്ടാണ് കുന്നത്ത് മുഹമ്മദിനെ പിന്തുണക്കാൻ LDF തീരുമാനിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ അവിടെ SDPI പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അവരും പിൻവലിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും LDFിനെ പിന്തുണക്കുന്നതിന് വേണ്ടിയാണെന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ SDPI അത് നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ എടുത്തില്ല. പക്ഷെ വളരെ കൃത്യമായിട്ടും LDFിന് പല മണ്ഡലങ്ങളിലും വിഷയാധിഷ്ഠിതമായി പിന്തുണ കൊടുക്കുമെന്ന രീതിയിലുള്ള പ്രതികരണമായിട്ട് തന്നെ ഇതിനെ വായിച്ചെടുക്കേണ്ടി വരും. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് SDPIയുടെ പ്രഥമ ലക്ഷ്യം. 2021 തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് UDFിന് വോട്ട് ചെയ്തുള്ളത്. പക്ഷേ അതിനുശേഷം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ AK അഷ്റഫ് അവിടെ SDPIയെ പരിഗണിക്കാതെ പോയൊരു സാഹചര്യത്തിലായിരുന്നു SDPIയുടെ പ്രാദേശിക നേതൃത്വം വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നതും SDPIയുടെ സംസ്ഥാന നേതൃത്വം തങ്ങൾക്കും താല്പര്യമുള്ള ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ പിന്തുണക്കും എന്നൊരു നിലപാട് UDF നേതൃത്വത്തോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് അവിടെ വീണ്ടും AK അഷ്റഫ് ഇരുന്നു. സമാനമായ രീതിയിൽ SDPI താല്പര്യമറിയിച്ച പല സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥിയാക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് LDFിന് അനുകൂലമായിട്ടൊരു നയത്തിലേക്ക് നിലപാടിലേക്ക് ഇപ്പോൾ SDPI പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം,
SDPI എല്ലാ കാലത്തും CPM കടന്നാക്രമിക്കാറുണ്ട്, വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SDPIക്കെതിരെ ഭീകര സംഘടനയാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ LDFന് ലഭിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ അതിനെ ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPM നേതാക്കൾ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴും സൂചനകൾ പോകുന്നത് SDPIയുടെ പിന്തുണ LDFന് എന്നുള്ളതാണ്. LDF മാറി UDF വന്നേ മതിയാകൂ എന്ന അഭിപ്രായം SDPIക്ക് ഇല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ CPI-യിൽ എത്തിയ റിപ്പോർട്ടറിനോട് പറഞ്ഞത്.